അസ്സലാമലൈക്കും. ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇസ്ലാമിക വീക്ഷണത്തിൽ പറയുന്നവർ വിഭിന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പലരും പല രൂപത്തിൽ പറയുന്നു. അപ്പോൾ സയൻസ് പറയുന്നത് വേറൊരു രീതിയിൽ. പക്ഷെ ഇസ്ലാമിക ദൃഷ്ട്യ നമ്മൾ ഇതേക്കുറിച്ച് നോക്കുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്. ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പശുവർഗത്തെയാണ് ഇവിടെ സൃഷ്ടിച്ചത്. ആദ്യമായിട്ട് പശുവർഗത്തെ സൃഷ്ടിച്ചു. മനുഷ്യനല്ലേ? അല്ല, മനുഷ്യനെ അല്ല. അങ്ങനെയാണ് നമ്മുടെ ധാരണ. പക്ഷെ അതല്ല. ഈ പശുവർഗം 50,000 സംവത്സരങ്ങൾ ജീവിച്ചിരുന്നു. അതിനുശേഷം അള്ളാഹു അവയെ നശിപ്പിച്ചു. അതിനുശേഷം അള്ളാഹു സൃഷ്ടിച്ചത് സമുദ്രമാണ്. ഈ സമുദ്രത്തിലെ വെള്ളം കലർപ്പില്ലാത്തതും രുചികരവുമായിരുന്നു. അത് കഴിഞ്ഞ് 50 കൊല്ലം വരെ മറ്റ് ജീവജാലങ്ങളൊന്നുമില്ലാതെ ഭൂമി ഇങ്ങനെ നിശ്ചലാവസ്ഥയിൽ കിടന്നു. സമുദ്രം കഴിഞ്ഞിട്ടോ? സമുദ്രം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ നിശ്ചലമായി കിടന്നു. പിന്നെ അള്ളാഹു സൃഷ്ടിച്ചത് കുതിര എന്ന ജീവിയായിരുന്നു. ഈ കുതിരയും 50 സംവത്സരം 50 വർഷം 50 സംവത്സരം എന്ന് പറയുമ്പോൾ വർഷങ്ങൾ തന്നെ. 50 വർഷത്തോളം ഈ കുതിരകൾ ജീവിച്ചിരുന്നു. എവിടെ? ഈ ഭൂമിയിൽ. സമുദ്രം കുതിരകളുണ്ട്? ഇല്ല, സമുദ്രം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് സമുദ്രം നിലനിൽക്കെയാണ് കുതിരയെ സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ ആ കുതിര 50 സംവത്സരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഈച്ചകളെയാണ്. ഈച്ച ഷഡ്പദങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത്, എന്തോ ആട്ടെ. അപ്പൊ ഈച്ച എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പൊ ഈ ഈച്ച വായിച്ചതാണോ? ആണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ ആണ് ഖസസുൽ അംബിയ അല്ലേ? ഇതിലാണ് ഉള്ളതാണ്. ഇത് കഥകൾ, അതായത് നബിമാരുടെ ചരിത്രമടങ്ങിയ പുസ്തകമാണ്. പക്ഷെ നബിമാരുടെ ചരിത്രം പറയുമ്പോൾ അതിനു മുമ്പായിട്ട് ഭൂമിയുടെ സൃഷ്ടിപ്പും എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഗ്രന്ഥകർത്താവ് അബുൽ ഹസൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം എത്രത്തോളം വലിയ പണ്ഡിതനായിരുന്നു. ആ പണ്ഡിതനെ ഞാനൊന്നും പറയുന്നില്ല. ആ പണ്ഡിതനെ ക്രൂശിച്ചു. അതായത് നമ്മുടെ ഈസാ നബി ഒരു കാര്യം പറയുന്നുണ്ട്, തന്നിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. അതായത് ആളുകളുടെ പാപം ചെയ്യണാണ്, എന്നിട്ട് പാപം ചെയ്യാത്തവൻക്കിട്ട് കല്ലെറിയണാണ്. അപ്പൊ അതിന്റെ ആ ഒരു വിരോധാഭാസം ഒന്ന് നോക്കിയേ. ആളുകള് ഇപ്പൊ ഞാൻ ദുഷ്കൃത്യം അല്ല, അപ്പൊ തന്നിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ആരാ പറഞ്ഞത്? ഈസാ നബി. ഈസാ നബീനെ കല്ലെറിഞ്ഞപ്പോ ഈസാ നബീനെ കല്ലെറിഞ്ഞപ്പോഴല്ല, ഈസാ നബിയുടെ പല തത്വജ്ഞാനങ്ങളിൽ ഒന്നാണത്. അപ്പൊ ഈസാ നബിയെ കല്ലെറിഞ്ഞ സമയത്തായിരിക്കും പറഞ്ഞിരിക്കുക, അതായത് തെറ്റ് ചെയ്യാത്തവന് എന്നെ കല്ലെറിയിട്ട്, എടാ നിങ്ങൾ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അത് നിക്കട്ടെ. ഇതിന്റെ കുതിരനെ സൃഷ്ടിച്ചു, പിന്നെ ഈച്ചയെ സൃഷ്ടിച്ചു. പക്ഷെ വേറൊരു അത്ഭുതം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഇത് പല ഗ്രന്ഥങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണിത്. അദ്ദേഹം പറഞ്ഞത് ഈ കുതിരകളെ ഈച്ച നശിപ്പിച്ചു എന്നാ പറയുന്നത്. അതെങ്ങനെ നശിപ്പിച്ചു? അതൊക്കെ അല്ലാഹു ആലം. നമ്മളൊന്നിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഈ കുതിര എന്ന് പറഞ്ഞാൽ വലിയ ജീവിയല്ലേ, അതിനെ ഈച്ച നശിപ്പിച്ചു എന്നാ പറയുന്നത്.
അത് കഴിഞ്ഞ് വീണ്ടും 50,000 സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 50,000 കൊല്ലമായിരിക്കും, സ്വർണം കൊണ്ട് വലിയ കോട്ടകൾ. 50,000 50 വർഷം. 50,000 വർഷം നേരത്തെയൊക്കെ പക്ഷെ 50 എന്ന് പറഞ്ഞു. ഏത് 50 വർഷം എന്നല്ലോ ആര് പറഞ്ഞു? നേരത്തെ. 50,000 സംവത്സരം. സംവത്സരം അല്ലേ? ഓക്കെ. 50 സംവത്സരം മറ്റേക്കും പറയുന്നത്. അത് പോട്ടെ. 50. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്ത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കോട്ടകൾ നിർമ്മിച്ചു. അതിനുള്ളില് ധാന്യങ്ങൾ നിറച്ചു പഠിച്ചത്. ഏത് ഈ കോട്ടക്കുള്ളില് ധാന്യങ്ങൾ നിറച്ചു. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കോട്ടകൾ ഉണ്ടാക്കി. ആരുണ്ടാക്കി? ദൈവം പഠിച്ചവൻ ഉണ്ടാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. എന്നിട്ട് അതിൽ ധാന്യങ്ങൾ നിറച്ചു. ഇതും 50,000 കൊല്ലം വരെ നിന്നു. ഈ ധാന്യങ്ങളൊക്കെ അങ്ങനെ കിടന്നു. മനുഷ്യരില്ലല്ലോ, അത് ഭക്ഷിക്കണ്ടേ, അതിനാരുമില്ല. അതെങ്ങനെ 50,000 കൊല്ലം നിന്നു. പിന്നെ പഠിച്ചവൻ സൃഷ്ടിച്ചത് ഭീകരമായ ഒരു പക്ഷിയെയാണ്. ഒരു ഭീകരമായ പക്ഷിയെ സൃഷ്ടിച്ചു. ആ പക്ഷി ധാന്യം മുഴുവൻ കൊത്തി തിന്നു. ഈ ധാന്യങ്ങൾ ഈ കോട്ടകളിൽ വെച്ചിരിക്കുന്ന ധാന്യം മുഴുവൻ കൊത്തി തിന്നു. പിന്നെയും 50,000 കൊല്ലം കഴിഞ്ഞപ്പോൾ അഗ്നിയെ, അതായത് തീയിനെ സൃഷ്ടിച്ചു. ഇതിൽ ഒരു ഭാഗം സ്വർഗത്തിലേക്കും ഒരു ഭാഗം നരകത്തിലേക്കും ബാക്കി ഭാഗം ഭൂമിയിലേക്കും നിയോഗിച്ചു. ഈ അഗ്നിയുടെ ഒരു ഭാഗം സ്വർഗത്തില് ഒരു ഭാഗം നരകത്തില് ബാക്കി ഭൂമിയിലേക്കും നിയോഗിച്ചു. അത് പിന്നീട് കാറ്റായി രൂപപ്പെട്ടു. അഗ്നിയോ? ആ അഗ്നി ഒരു ഭാഗം ദുസ്സഹമായ കാറ്റും മറ്റൊരു ഭാഗം സ്വർഗീയമായ ഹൃദ്യസ്ഥമായ കാറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് ഇഷ്ടപ്പെടുന്ന. അത് കഴിഞ്ഞ് 50,000 വർഷം കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് അഗ്നി കൊണ്ട് ജിന്ന് വർഗത്തെ സൃഷ്ടിച്ചത്. ആരാ? ജിന്ന് വർഗം. ബിന്ന് വർഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബിന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, അതാരും കേട്ടിട്ടില്ല. അതിനാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചാലാണ് അറിവ് വരുന്നത്. അറിവെല്ലാം ഉണ്ടാ. വായനാശീലം കുറവാണ് സാറിൽ. എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്. അത് പോട്ടെ. അപ്പൊ ഈ 50,000 വർഷം കഴിഞ്ഞപ്പോഴാണ് അഗ്നി കൊണ്ട് ജിന്നുകളെ സൃഷ്ടിച്ചു. എന്നിട്ട് അവര് ഈ ഭൂമിയിൽ. അല്ല, ബിന്നിന്റെ കാര്യം ഇപ്പൊ പറയണ്ടില്ല. ബിന്നിന്റെ കാര്യം ഞാൻ പറയാം, അത് പിന്നെ പറയാം. പിന്നെ പറ്റി കേട്ടിട്ടുണ്ടാന്ന് ചോദിച്ചിട്ടുള്ളൂ. അതിന്റെ കാര്യങ്ങൾ പിന്നെ വരും. ഇല്ല. അപ്പൊ ആദ്യം ജിന്നുകളെയാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് അവര് ഈ ഭൂലോകത്ത് തന്നെ അങ്ങോട്ട് താമസിപ്പിച്ചു. ഈ ഭൂമിയിൽ അപ്പൊ അവര് താമസിച്ചു. ആദ്യമായിട്ട് ജിന്നുകൾ. അത് അഗ്നി കൊണ്ടാണ് ഉണ്ടാക്കിയത്. മണ്ണ് കൊണ്ടാണ് മനുഷ്യനുണ്ടാക്കുന്നത്. അഗ്നി കൊണ്ടുണ്ടാക്കിയ അവരെ താമസിപ്പിച്ചു. ജിന്ന് വർഗം പെരുകി വന്നപ്പോൾ അവരെ ഖാഫ് മലയിലേക്ക് അയച്ചു. ഖാഫ് മല കണ്ട പൂങ്കാറ്റെ കാണിക്ക നീയൊന്നു ചൊന്നാട്ടെ. ഒരു ഇത് കേട്ടിട്ടുണ്ടോ? ചൊന്നാട്ടെ. അങ്ങനെ വെച്ചാ ചൊന്നാട്ടെ എന്ന് ചൊല്ലുക, പറയുക. ഓക്കെ, അത് പോട്ടെ. അങ്ങനെ ജിന്നുവർഗം പെരുകി വന്നപ്പോൾ അവരെ ഖാഫ് മലയിലേക്ക് അയച്ചു. പിന്നെ പുകയില്ലാത്ത അഗ്നി കൊണ്ട് ജാനു എന്നൊരു വർഗം, ജാന്ന് എന്നൊരു വർഗം, ജിന്ന് വേറെ, ജാന്ന് എന്നൊരു വർഗം. ജിന്ന് എന്നുള്ള പേര് പോലെ തന്നെ ജാന്ന് എന്നുള്ളൊരു വർഗത്തെ പഠിച്ചു. ആദ്യം ഒരു ജിന്നായിരിക്കും, പിന്നെ അതിന്റെ പ്ലൂറലാണ്. ജിന്ന് വർഗങ്ങളാണ്. വർഗം എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. മനുഷ്യവർഗം എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഇല്ല എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ ഈ ജാന്ന് വർഗം പെരുകി കഴിഞ്ഞപ്പോൾ അതിലും പകുതി പേര് ഖാഫ് മലയിലേക്കും പകുതി പേര് ആകാശത്തിലേക്കും അയച്ചു. പിന്നെ 50,000-ഓളം സംവത്സരം ഭൂമി നിശ്ചലമായി കിടന്നു. അപ്പൊ ഭൂമിയിൽ ഇപ്പൊ ആരുമില്ല. നേരത്തെ ജിന്നുകളും ജാന്നുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവരങ്ങളോടൊക്കെ അയച്ച് ആരുമില്ല. അതിനുശേഷം ഭൂമിയിൽ വെള്ളം പരത്തി. ഭൂമി നിറച്ചും വെള്ളം പരത്തി. വെള്ളം എന്ന് പറഞ്ഞാൽ സമുദ്രമാണ് ഉദ്ദേശിച്ച? വെള്ളം സമുദ്രം ഫസ്റ്റ് രണ്ടാമതുണ്ടായി. വീണ്ടും അത് ഉണ്ടാക്കി, വീണ്ടും സൃഷ്ടിച്ചു. അതിനുശേഷം
അതിനെ ആകാശത്തേക്ക് ഉയർത്തി. വെള്ളം ഈ വെള്ളത്തിനെ ആകാശത്തേക്ക് ഉയർത്തി. അത് കഴിഞ്ഞു 50,000 വർഷം കഴിഞ്ഞപ്പോഴാണ് അള്ളാഹു ഭൂമിയെ അതിവിശിഷ്ടമായ ഉദ്യാനമാക്കിക്കൊണ്ട് മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. അപ്പൊ എത്രയോ സംവത്സരങ്ങൾ, 50,000 സംവത്സരം പശു, 50,000 സംവത്സരം കുതിര, 50,000 സംവത്സരം ഈച്ച. അപ്പൊ ഇവിടെ ഈ ജീവന്റെ തുടിപ്പോന്നത് ആദ്യം സൃഷ്ടിച്ച പശുവിലൂടെയാണോ? പശുവാണോ? അതായിരിക്കും. അങ്ങനെ കാലാന്തരേണ അങ്ങനെ ജീവന്റെ ഇത് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴാണ് ജീവന്റെ തുടിപ്പ് വരുന്നത്. അതിനെ അറിയാവോ? ആദം നബി അലൈഹി സ്വലാമിന് മണ്ണ് കൊണ്ട് കൊണ്ടുവന്ന്, അതായത് ഭൂലോകം ചുറ്റിക്കറങ്ങി ജിബ്രീൽ അലൈഹി സ്വലാം പല നാടുകളിൽ നിന്നും മണ്ണുകൾ കൊണ്ടുവന്നു. ആ മണ്ണ് വെച്ചിട്ട് പല നാടുകളിൽ നിന്ന് മണ്ണുകൾ കൊണ്ടുവന്ന് കുറേശ്ശെ കൊണ്ടുവന്നിട്ട് അതെല്ലാം ചേർത്തിട്ടാണ് ആദം നബിയെ സൃഷ്ടിക്കുന്നത്. ആ കഥകൾക്ക് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ ഇത് തീർക്കട്ടെ. അല്ല, കണക്ട് ആയിട്ട് വരുമ്പോ അതിന്റെ ഭാഗം പറയാം. അപ്പൊ അതായത് ഈ ഭൂമിയെ അതിവിഷ്ടമായ ഉദ്യാനമാക്കിക്കൊണ്ട് മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു. ഇങ്ങനെ വിവിധ പരിവർത്തനങ്ങളിൽ ആദം നബി അലൈഹി സ്വലാം ജനിക്കുന്ന കാലം വരെ നടന്ന കാലത്തെ 4,30,000 വർഷങ്ങൾ കൊണ്ടാണ് ഇത്തരം കഥകൾ വന്നത്, ഇത്തരം കാര്യങ്ങൾ വന്നത്. ഈ മനുഷ്യരുടെ സൃഷ്ടിക്കുന്നതിനും മുമ്പായിട്ട് 40,30,000 സംവത്സരങ്ങള് ഇങ്ങനെ ഭൂമി ഇങ്ങനെ കിടന്നു. 45,30,000 സംവത്സരങ്ങളാണ്. മുഹമ്മദ് നബി മുസ്തഫയുടെ ജനനം വരെയുള്ള കാലം 99 ലക്ഷം കൊല്ലമാണെന്നാണ് കണക്ക്. അതായത് അത് ആ ഫസ്റ്റ് സൃഷ്ടി മുതല് ആദം നബി അലൈഹിസ്സലാം മുതല് ഫസ്റ്റ് പശു മുതലാ അത് മുതല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ജനനം വരെയുള്ള കാലം 99 ലക്ഷം കൊല്ലം എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഹൈന്ദവ ആചാര്യന്മാർ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് കാലം 45,20,000 കൊല്ലം എന്നാണ് കണക്കാക്കിയത്. അപ്പൊ നോക്ക്, ആ മതം ഈ മതം ഇതിന്റെ എല്ലാം ആ സത്ത വരുമ്പോ ഏകദേശം തുല്യതയിൽ വരുന്നു. അപ്പൊ ദൈവം എന്നത് ഒരേ ഒരാള് എന്നുള്ളത് പിന്നീട് വരുന്നത് നമുക്ക്. അപ്പൊ ഇതിൽ ഒന്നാം ഘട്ടം അവരുടെ കാലം പറഞ്ഞാൽ ഇതിൽ ഒന്നാം ഘട്ടം കൃതായുഗം, രണ്ടാം ഘട്ടം ത്രേതായുഗം. ഹൈന്ദവരുടെ വിശ്വാസം വെച്ചിട്ട് നമുക്ക് വരുന്നത് ഈ പറഞ്ഞ 45,30,000 സംവത്സരം. അവരുടെ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ 45,20,000 കൊല്ലം. അപ്പൊ ഏകദേശം ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഒന്നാം ഘട്ടം കൃതായുഗം, രണ്ടാം ഘട്ടം ത്രേതായുഗം, മൂന്നാമത് ദ്വാപരായുഗം, നാലാമത് കലിയുഗം. അത് ഒന്നാം ഘട്ടം ഇതല്ല, സ്പഷ്ടമല്ല. പക്ഷെ രണ്ടാം ഘട്ടം ത്രേതായുഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രേതായുഗം ശ്രീരാമന്റെ കാലഘട്ടമാണ്. ത്രേതായുഗം വില്ലൊടിഞ്ഞു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് അവിടെ. മൂന്നാമത്തേതാണ് ദ്വാപരയുഗം. അതായത് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലഘട്ടമാണ് ഈ ദ്വാപരയുഗം. പക്ഷെ ശ്രീകൃഷ്ണന്റെ ഭയങ്കര ഇഷ്ടമുള്ള അത് നമുക്ക് പാടാം. അപ്പൊ ത്രേതായുഗം കഴിഞ്ഞു. ആദ്യത്തെ കൃതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, നാലാമത്തതാണ് കലിയുഗം. അങ്ങനെയാണ് ഇവര് കണക്കാക്കുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം. ബദായി ഉസൂഹർ എന്ന ഗ്രന്ഥത്തില് മബ്ദഉൽ ഖൽബ് എന്ന അധ്യായത്തിൽ ആകാശഭൂമികളെ 6 ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും, അതാണ് ഇപ്പൊ ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഗ്രന്ഥങ്ങളിലുള്ള എന്താണ് 6 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, എന്നിട്ട് 7-ാം ദിവസം വിശ്രമിച്ചു എന്നാണ് ബൈബിളിൽ പറയുന്നു. ഖുറാനിൽ പറയണമെന്ന് എനിക്കറിയില്ല.
പക്ഷെ പൊതുവെ ഇങ്ങനെ പറയും എന്ത് 6 ദിവസം കൊണ്ട് ഖുർആനിലും സൃഷ്ടിപ്പിനെ പറ്റി പറയണ്ടോ? പക്ഷെ അതിലും 6 ദിവസത്തിന്റെ 6 ദിവസം എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഇത് വരുമ്പോ ഇതിലെ ഇസ്ലാമിക പണ്ഡിതന്മാര് ചികഞ്ഞു വരുമ്പോ ഇങ്ങനെയാണ് അതിന്റെ പോക്ക് വരുന്നത്. അപ്പൊ ബദായി ഉസ്സൂഹറിൽ എന്ന ഗ്രന്ഥത്തിൽ മഖ്റഉൽ ഗൽബ് എന്ന അധ്യായത്തിൽ ആകാശഭൂമികളെ 6 ദിവസങ്ങളായി സൃഷ്ടിക്കുകയും പിന്നെ അർഷിനെ അടക്കി ഭരിക്കുകയും ചെയ്തിട്ടുള്ളവനാണ് അവൻ. ആര്? ദൈവം അഥവാ അള്ളാഹു അഥവാ ഈശ്വരൻ എന്ന് അവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഒരു ദിവസം എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത ദിനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദിനങ്ങൾ മീൻസ് ദൈർഘ്യമായിരിക്കും ഒരു ദിവസത്തിന്റെ. ഈ ഒരു ദിവസം എന്ന് പറയുമ്പോ 6 ദിവസം എന്ന് പറയില്ല, 6 ദിവസം കൊണ്ട് അള്ളാഹു ഇവിടെ പടച്ചു. അപ്പൊ നമ്മൾ 24 മണിക്കൂറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദിവസത്തിന്റെ ദൈർഘ്യം. അപ്പൊ അതല്ല ഈ നമുക്ക് മനുഷ്യർക്ക് ഇപ്പോഴുള്ളവർക്ക് അതാണ് ഒരു ദിവസം. പക്ഷെ ഈ ഇതില് അള്ളാഹുവിന്റെ മുമ്പിൽ ഇതൊന്നും അല്ല. അത് ഇങ്ങനെ കാലം ഇങ്ങനെ കിടക്കണേണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ദിവസം എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത ദിനങ്ങളാണ് എന്ന് ഓർക്കുക. പിന്നെ അത് കണ്ടിന്യൂഷൻ ഉണ്ട്. അതിന് ആദം സന്തതികളുടെ ദുഷ്കർമ്മത്തെക്കുറിച്ച് മലക്കുകൾ അള്ളാഹുവിനോട് പരാതി ഉയർത്തി. ആദം സന്തതികൾ, ആദത്തിന് ശേഷം വന്ന ആദത്തിന്റെ മക്കള്, അതിന് പ്രഥമ ആള് ഷീദ് നബിയാണ്. ഷീദ് നബി അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇവരുടെ ദുഷ്കർമ്മങ്ങളെ കുറിച്ച് മലക്കുകൾ അള്ളാഹുവിന്റെ അടുത്ത് പരാതി ഉയർത്തിയപ്പോൾ സുഖബോച്ചകളിൽ ഏർപ്പെട്ടാൽ മലക്ക് വിഭാഗത്തിനും ദുഷ്കർമ്മ ബോച്ച ഉണ്ടാകും. അതായത് ഈ നമ്മള് സുഖലോലുപരായിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ മലക്കുകളായാൽ പോലും അവരിൽ ഈ ഇതുണ്ടാകും, എന്ത് ദുഷ്കർമ്മം ഉണ്ടാകും എന്നും അതിന് പരീക്ഷണത്തിനുമായിട്ടാണ് ഹാറൂത്ത് മാറൂത്തുമാർ എന്നീ മലക്കുകളെ തിരഞ്ഞെടുത്തത്. അത് ഒരു പരീക്ഷണമായിരുന്നു. ഭൂമിയിലെത്തിയ ഈ ഹാറൂത്ത് മാറൂത്തുമാരുണ്ടല്ലോ, അത് മലക്കുകളുടെ പ്രതിനിധികളാണ്. അവരെ എടുത്തിട്ട് അവർ ഭൂമിയിലേക്ക് അയച്ചു. കാരണം മനുഷ്യർ സുഖലോലുപരായാല് അവര് ദുഷ്കർമ്മികളാകും എന്ന് തെളിയിക്കാനായിട്ട്. ഭൂമിയിലെത്തിയ ഹാറൂത്ത് മാറൂത്തുമാര് മനുഷ്യരുടെ സുഖബോച്ചകളിൽ ആമഗ്നരായി തീരുകയും സുപ്ര എന്ന സ്ത്രീയിൽ ആസക്തരാകുകയും അള്ളാഹുവിന്റെ താക്കീത് മറന്നുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും. ഇപ്പൊ നേരത്തെ എന്താ പറഞ്ഞല്ല, ഈ 99 എന്താ പറഞ്ഞ അസ്മാഉൽ ഹുസ്ന, അതുപോലെ ഒന്നാണ് ഇസ്മു അൽസം. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മലക്കായി മാറും എന്നാണ് ഒരു പഠനമുള്ളത്. അപ്പൊ ഈ ഇവരുണ്ടല്ലോ, സുപ്ര എന്ന സ്ത്രീയില് ആമഗ്നരായിട്ട് ഇവരെന്ത് ചെയ്ത് അള്ളാഹുവിന്റെ താക്കീത് മറന്നുകൊണ്ടും ഇസ്മു അൽസം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ അത് ഹൃദിസമാക്കി. ആര്? ഈ സുപ്ര എന്ന സ്ത്രീ. എന്നിട്ട് സ്വർഗാരോഹണത്തിനായി ആകാശത്തേക്ക് ഉയർന്നു. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടും എന്നുള്ളതാണ് കണക്ക്. ഏത്? ഇസ്മു ആസം. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് സ്വർഗം ഉറപ്പാണ്. അപ്പോ ഇവര് അത് പഠിച്ചതിന് ശേഷം ഇവര് സ്വർഗാരോഹണത്തിനായിട്ട് മുകളിലേക്ക് പോയി. പക്ഷേ അവളെ ഒരു നക്ഷത്രമായി ആകാശത്ത് പടച്ചു നിലനിർത്തി. അങ്ങടെ സ്വർഗലോകത്തേക്ക് കടത്തിയില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. ഇസ്മം അവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാം. പക്ഷെ ഇവരെ അങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹു ഇഷ്ടപ്പെട്ടില്ല. ഹാറൂത്ത് മാറൂത്തുമാർ ഇദ്രിസ് നബിയോട് സങ്കടം പറഞ്ഞു. ഇദ്രിസ് നബി വെള്ളിയാഴ്ച വരെ കാത്തിരിക്കാൻ പറയുകയും ചെയ്തു. എന്നാൽ മനുഷ്യനായാലും മലക്കുകളായാലും ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്നും അവർക്ക് വേണമെങ്കിൽ ഇഹത്തിലോ പരത്തിലോ ശിക്ഷ അനുഭവിക്കാമെന്നും അള്ളാഹുവിൽ നിന്ന് ഉത്തരവുണ്ടായി. ഇഹലോകത്തെ ശിക്ഷ മതിയെന്ന് പ്രസ്തുത മലക്കുകൾ ആവശ്യപ്പെട്ടു. ആറുത്തും മാറുത്തും പറഞ്ഞ് നമുക്ക് ഇഹലോകത്തെ ഇത് മതി. ഇഹലോകത്താവുമ്പോൾ കുറഞ്ഞ കാലം ശിക്ഷ അനുഭവിച്ചാൽ മതി. പരലോകത്താവുമ്പോഴോ അതുപോരാ, പരലോകത്ത് ഇങ്ങനെ കാലം ശിക്ഷ അനുഭവിക്കണം. അതേസമയം ഇഹലോകത്ത്
ഈ ഭൂമി അവസാനിക്കും വരെ മതി. ഭൂമി ഒരു കാലത്ത് അവസാനിക്കുമല്ലോ. അങ്ങനെ അവരെ ബാബിലോണിലെ ഒരു പൊട്ടക്കിണറ്റിൽ തലകീഴായി തൂക്കപ്പെട്ടിരിക്കുകയാണ്. ആരാ? ഈ ആറുത്തുമാരെ ബാബിലോണിലെ ഒരു പൊട്ടക്കിണറ്റിൽ അവർ തലകീഴായിട്ട് തൂങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും. കാരണം ഭൂമി അവസാനിക്കുമ്പോഴാണ് അവര് രക്ഷപ്പെടുള്ളൂ അവിടുന്ന്. ഭൂലോകത്തെ സകല പുകകളും ആ കിണറ്റിലെത്തുകയും അതേറ്റ് കിടക്കുകയുമാണ് അവർ. അതാണ് ശിക്ഷ അവരുടെ. സകല പുകയാ? ആ പുക നമ്മളിപ്പോ കത്തിക്കൂലേ, തീ കത്തിക്കുമ്പോ പുകയുണ്ടാവും. ആ പുകകൾ, ഈ ഭൂമിയിലുള്ള പുകകളെല്ലാം ഒരു സ്ഥലത്ത് സമ്മേളിച്ചിട്ട് അവർക്ക് അത് അനുഭവപ്പെടുന്നതാണ്. അവർ പൊട്ടക്കിണറ്റി കിടക്കണല്ലേ, ആ കിണറ്റിലേക്കാണ് ഈ പുകയെല്ലാം ചെല്ലുന്നത്. ഒരിക്കൽ ആഭിചാരം പഠിക്കാനായി ബാബിലോണിയിലെത്തിയ ഒരാൾ ഈ പൊട്ടക്കിണറ്റിന്റെ സമീപത്ത് കൂടെ പോയപ്പോൾ വെള്ളത്തിനായി ഈ പൊട്ടക്കിണറ്റിനടുത്ത് എത്തുകയും അവിടെ ഭീകരരായ ഹാറൂത്തിനെയും മാറൂത്തിനെയും കണ്ട് അത്ഭുതപ്പെട്ടു. ഹാറൂത്തും മാറൂത്തും അവരോട് മുഹമ്മദ് നബിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മുഹമ്മദ് നബി ഭൂജാതനായതും വഫാത്തായതും അയാൾ മലക്കുകളോട് പറഞ്ഞു. അപ്പോൾ മലക്കുകൾ പറഞ്ഞത്, ഹാറൂത്തും മാറൂത്തും പറഞ്ഞു, ഓ ഇനി ഞങ്ങൾക്ക് കുറച്ചു കാലം കൂടി ഉള്ളു, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്നുള്ള ശിക്ഷ മാറി. അത് അർത്ഥമാക്കുന്നത് മുഹമ്മദ് നബി വഫാത്തായി കുറച്ചു കാലം, അതായത് 1-2 ഇതിൽ പറയുന്നത്, റിപ്പോർട്ടുകൾ പറയുന്നത് 1500 വർഷത്തിനുള്ളിൽ ഈ ഭൂമി അവസാനിക്കുന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 1400 സംതിങ്ങിലാണ് നിൽക്കുന്നത്. ഇനി എറൗണ്ട് 100 വർഷത്തിൽ താഴെ ഉള്ളൂ ഈ ഭൂമിയുടെ നിലനിൽപ്പ്. അപ്പൊ ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ കുറെ കഥകൾ കേട്ടു. ഇല്ല, വായിച്ചറിഞ്ഞിട്ടില്ല, പക്ഷെ ഇങ്ങനെ കേട്ടപ്പോഴും ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി ഓരോന്നൊക്കെ. അപ്പൊ ഇനി അടുത്തതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് അത് വായിച്ചാലും മനസ്സിലാകണം എന്നില്ല. എനിക്കൊക്കെ വായിച്ചാലും അങ്ങനെ ഇതിപ്പോ ഇതിങ്ങനെ മനസ്സിലാകണതല്ലേ നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി വായിക്കുള്ളൂ. പക്ഷേ വായനാശീലം എന്നൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. തോണ്ടൽ ശീലമാണ് ഇപ്പൊ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കണം. അത് ഉണ്ടാക്കി കൊടുത്തതല്ല, എന്താണ് നല്ലതുണ്ട്, നല്ലതുണ്ട് ചീത്തയുണ്ട്. അത് മിസ്യൂസ് ചെയ്യുമ്പോൾ വായനയുടെ വേറെ തന്നെയാണ്, വായനാനുഭൂതി വേറെ തന്നെയാണ്. MT വാസുദേവൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ശിവശങ്കര പിള്ള, വർക്കി, കാനം EJ, കോട്ടയം പുഷ്പനാഥ്, അതൊക്കെ നോവലിസ്റ്റുകളല്ലേ ഇവരൊക്കെ, ബ്രാം സ്റ്റേക്കർ, പിന്നെ അങ്ങനെ 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 പോകും. അത് ഒരു അനുഭൂതിയാണ്. അനുഭൂതികളുടെ ഉദാഹരണം ഉള്ളത് ഇവിടെ കിടക്കുന്നത്. അതൊക്കെ ഒന്നുകൂടി വായിക്കാൻ അനുഭൂതികൾ, കളക്ഷൻസ്. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വീഡിയോയിലൂടെ തുടരുന്നതാണ്. അസ്സലാമു അലൈക്കും.